അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഉറങ്ങിയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഫർസാനയുടെ ജസീനയുടെ കൂട്ടുകാരും കഥകൾ കാത്തിരിക്കായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നൂർ ഫാത്തിമയുടെ കഥ വിടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കേട്ടോ. നാളെയാണല്ലോ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കല്യാണം. എല്ലാവരും ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കല്യാണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ ഇന്നലെയാണ് പുറപ്പെട്ടത്. ഏകദേശം ഉച്ചയോടുകൂടി വയനാട്ടിലേക്ക് പോന്നു. ഇവിടെ കൽപ്പറ്റയിലാണ് കല്യാണം. അതായത് എൻ്റെ ഉമ്മയുടെ ചെറിയ അനിയൻ്റെ കല്യാണമാണ് കേട്ടോ. നമ്മുടെ ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹം പോലെ തന്നെ ആ ദിവസം തന്നെയാണ് ഇതും. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇനി കല്യാണം മുടക്കരുത് കേട്ടോ, ഇനി മുടക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങൾ കാണൂല എന്നൊക്കെ പല പല ആളുകൾ കമൻറ്റ് വിടുന്നുണ്ട്. അതൊക്കെ കമൻറ്റിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഷമ്മാസിനോടും നുസൈബയോടും അത്രയ്ക്കും സ്നേഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അവർ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറയും, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും അല്ലേ? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഇനി ഞങ്ങൾ വീഡിയോ കാണില്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ശരി തന്നെയായിരിക്കും. അവരോടുള്ള ആ ഒരു കഥാപാത്രത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ. പ്രത്യേകിച്ച് നുസൈബ എന്ന് പറഞ്ഞാൽ ഒരു പാവം പെൺകുട്ടിയാണ്. അതുമാത്രമല്ല, പിന്നെ അവളുടെ സിറ്റുവേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും അവൾ പഠിച്ച് ജയിച്ച് നല്ല ഉഷാറായല്ലോ. അതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ നൂർ ഫാത്തിമയുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന പലരുണ്ട്. കുഞ്ഞ് ഏതാണ്, ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതും കാത്തിരുന്ന് കാണാം. നമ്മുടെ ഫർസാനയുടെ സ്റ്റോറി ഏകദേശം അറബി അവളെ പരിചയപ്പെട്ട് അവൾക്കുള്ള ക്യാഷൊക്കെ കൊടുത്ത് ആ ഉപ്പ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. എവിടുന്ന് 50,000 രൂപ എങ്ങനെ എനിക്ക് ആരയക്കാൻ, അങ്ങനെയുള്ളൊരു ടെൻഷനിൽ നിൽക്കുകയാണ് ആ ഉപ്പ. അതുപോലെ തന്നെ നമ്മുടെ നൂർ ഫാത്തിമയുടെ സ്റ്റോറിയിൽ മുഹ്സിന ഓർത്തു പോവാണ് അവളുടെ ആ കഥകളൊക്കെ. അതായത് അവരുടെ അയൽവാസിയായ ഹഫ്സത്തയുടെ കഥ. ഹഫ്സത്തയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് എന്നും സങ്കടമാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം വരാനിരിക്കുന്നു എന്നുള്ള കാര്യം അവൾ അറിയുന്നേയില്ല. ഹഫ്സത്തയുടെ ജീവിതം അവളുടെ ജീവിതത്തിനോട് കുറച്ച് പൊരുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നവൾക്ക് തോന്നിപ്പോയി. കാരണം ആദ്യമുള്ള ആ നല്ല സ്നേഹം, നല്ല പെരുമാറ്റം, അതിൽ നിന്നെല്ലാം മാറ്റം പതുക്കെ വരുമോ എന്നൊക്കെ അവൾക്ക് തോന്നുകയാണ്. സന്തോഷത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. താൻ പ്രഗ്നൻ്റാണ് എന്നുള്ള കാര്യവും അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അതിനുശേഷം നല്ല കെയറിങ്ങും കാര്യങ്ങളുമാണ് അവൾക്ക് അവിടെ കിട്ടിയിരുന്നത്. ഒരുപാട് ബിസിനസ്സുകൾക്കുടമയായ അവളുടെ ഭർത്താവ് തനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നതിലുള്ള ആ ഒരു സന്തോഷത്തോടെയുള്ള നാട്ടിലേക്ക് വരല്, എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അവളുടെ ജീവിതം ശരിക്കും അസൂയപ്പെടുത്തുന്നതായിരുന്നു. കാരണം സ്നേഹനിധിയായ ഭർത്താവ് അവളെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടു നടക്കും. നല്ല സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം, ആരും കൊതിച്ചു പോകുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ എന്തായി തീർന്നു അവരുടെ ജീവിതം? ശരിക്കും മുംതാസിൻ്റെ ജീവിതവുമായി ഹഫ്സയുടെ ജീവിതത്തെ യോജിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ചുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ആദ്യം കുറച്ചു കാലം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകും എന്ന് ആണ് നമ്മുടെ ഈ കഥകളിലൂടെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. എന്തിനും വേണം ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു പ്രതിഫലം ഉണ്ടാകും. അതിനുള്ള പ്രതിഫലം ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്തിനും ക്ഷമിക്കണം. ഒരുപാട് സഹിച്ച പെണ്ണാണല്ലോ നമ്മുടെ നുസൈബ. എന്നാൽ ഇന്നിതാ അവൾ സഹിച്ചതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് നാളെ അവൾ ആ മംഗല്യ പന്തലിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കും. പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെ ആ ഒരു മഹർമാല ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. നാളത്തേന് നിക്കാഹും കല്യാണവും എല്ലാം കൂടി ഒരുമിച്ചായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും അതും ഉണ്ടാകും.
നുസൈബയുടെയും ഷമ്മാസിൻ്റെയും വിവാഹത്തിന് ഞങ്ങൾ ക്ഷണിച്ചില്ല എന്ന് പറയുന്ന പലരുമുണ്ട്. കമൻറ്റിലൂടെയൊക്കെ വായിക്കും ഞാൻ. ചിലപ്പോൾ കഴിയുന്ന സമയത്ത് ഞാൻ റീപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് വായിക്കാതെ എങ്ങനെയെങ്കിലൊക്കെ ഇടയിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് വന്നതാണ്. കല്യാണത്തലേന്നാണ് ഇന്ന്. മക്കളുടെ ഒപ്പനയും ഇതൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അവർ മണവാട്ടിയെ കൊണ്ടുവരുമ്പോൾ ഒപ്പന കളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ നൂർ ഫാത്തിമയുടെയും ജസീനയുടെയും നമ്മുടെ ഷമ്മാസിൻ്റെയൊക്കെ കഥയുമായിട്ട് ഞാൻ ഇൻഷാ അല്ലാ നാട്ടിൽ വന്നിട്ട് വരാം. അപ്പം നാളെയാണ് കല്യാണം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കല്യാണം. നമ്മുടെ നുസൈബക്കും ഷമ്മാസിനും അതുപോലെ തന്നെ എൻ്റെ അമ്മാവനും വൈഫിനൊക്കെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നാഥൻ തുണക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ആർക്കെങ്കിലുമൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എവിടെയാണ്, ആരുടെ ഫാമിലിയിലാണോ അതോ അയൽവാസികളുടേതാണോ അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങൾ, പുറത്തുള്ളവർ, അങ്ങനെയൊക്കെയാണോ, ഫ്രണ്ട്സുകൾ, അങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിലും ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ശബ്ദത്തിന് എന്ത് പറ്റി എന്നൊക്കെയുള്ളത്. അതായത് കാര്യമായിട്ട് ഇപ്പോൾ യാത്ര തന്നെയാണ്. 2 ദിവസം മുമ്പ് വയനാട്ടിൽ നിന്ന് കയറി തിരിച്ചു പോയി. അതുപോലെ തന്നെ ഇന്നലെ വീണ്ടും കയറി. ശരിക്ക് മഞ്ഞും തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയാണ് ഇവിടെ. രാവിലെയൊക്കെ നല്ല മഞ്ഞാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും കുറച്ചൊക്കെ മഞ്ഞും മഴയൊക്കെ കൊള്ളുന്ന സൈസാണ്. അത്ര പേടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊരു തൊണ്ടവേദന കാര്യങ്ങൾ ഒക്കെ വരും. അപ്പോൾ ഈ ഒരു ടൈമിനെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, മക്കളൊക്കെ ഉള്ളതല്ലേ, എല്ലാവരും കൂടി ആകുമ്പോഴേ ഭയങ്കര ഒപ്പനും പാട്ടും കളിയും ഒക്കെ ഉണ്ടാവും. അതായത് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ അനിയത്തി എന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെയുള്ള അനിയത്തിയാണ് കേട്ടോ. എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവളുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാനും അവളും 1 വയസ്സിന് വ്യത്യാസം മാത്രമാണുള്ളത്. അവൾക്കും ചെറിയ 3 പെൺകുട്ടികളുണ്ട്, എനിക്കും 3 പെൺകുട്ടികളുണ്ട്. അങ്ങനെ അനിയത്തിക്ക് 3 കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര ഹാപ്പി സന്തോഷമൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്നാണ് കേട്ടോ ഈ ഒരു കല്യാണം. എൻ്റെ അമ്മാവൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക, നല്ല ഹൈറായ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ. നമ്മുടെ ഷമ്മാസും നുസൈബയൊക്കെ നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ച് അവർക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമൊക്കെ പടച്ച റബ്ബ് തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ കഥകളുമായിട്ടൊക്കെ നാളെ ഇൻഷാ അല്ലാ കല്യാണം കഴിഞ്ഞ് മണവാട്ടിയെ കൊണ്ടുവരാൻ പോയി തിരിച്ചു വരുമ്പോഴത്തിന് വൈകുന്നേരമാകും. എന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സ്റ്റോറി ഇടാനൊക്കെ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പടച്ച റബ്ബ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.